പ്രഗ്നൻസി ജേർണി എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഇപ്പം ഞാൻ 8 month പ്രഗ്നൻ്റ് ആണ്. സെപ്റ്റംബർ ആ ഒരു ടൈമാണ് ഞാൻ പ്രഗ്നൻസിക്ക്, സെപ്റ്റംബറിന് മുന്നേ ഞാൻ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ട്രൈ ചെയ്ത് കുറേ 2-3 മാസം കഴിഞ്ഞപ്പോഴേക്ക് ആ ഒരു 2-3 മാസത്തിൽ എനിക്ക് ഒരു മാസത്തിൽ ഒരു 2 തവണ പീരിയഡ്സ് ആവുന്ന പ്രശ്നമുണ്ടായി. അപ്പം ഞാൻ എന്തെങ്കിലും അടുത്തുള്ള ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഡോക്ടർ എനിക്ക് കുറേ മെഡിസിൻസ് എഴുതും. അപ്പം ഞാനത് കഴിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഉറക്കം, അത് കഴിച്ചോട്ട് ഉറക്കം. അപ്പം ഞാൻ എനിക്ക് റോഷി മാമിനെ കോൺടാക്ട് ചെയ്തു. മാം എന്നോട് പറഞ്ഞു മെഡിസിൻസ് ഒക്കെ എടുത്തു, നമ്മുടെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, ഡയറ്റും യോഗയൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഡയറ്റും യോഗയും ഫോളോ ചെയ്തു. മാം എന്നോട് പറഞ്ഞു എന്തായാലും 6 മാസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും. അങ്ങനെ ഞാൻ ഡിസംബർ ആകുമ്പോഴേക്കും ഞാൻ പ്രഗ്നൻ്റ് ആയി. ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണ്, 8 month പ്രഗ്നൻ്റ് ആണ്. പ്രഗ്നൻസി ഡോക്ടറിനോട് റോഷി മാം എന്നോട് പറഞ്ഞു പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുമ്പോൾ തന്നെ എൻ്റെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യണം, പുറത്തുള്ള ഫുഡും എല്ലാ കാര്യങ്ങളും ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ചായ ഒഴിവാക്കാൻ പറഞ്ഞു ഡയറക്റ്റ്. ഞാൻ ഒരു ദിവസം ഒരു 5-6 ചായയെങ്കിലും ഞാൻ കുടിക്കും. ചായ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ഫുഡൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചായ കുടിക്കും. ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ടേബിളിൽ 4-5 ചായകൾ ഉണ്ടാവും. എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഫോൺ നോക്കുന്നുണ്ട്, ഞാനിങ്ങനെ ചായ ഇങ്ങനെ ഓർഡർ ചെയ്ത് കുടിക്കും. അതുപോലെ തന്നെ പഞ്ചസാര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ അതും എന്നോട് ഒഴിവാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതും ഒഴിവാക്കി. പിന്നെ പുറത്തെ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. എൻ്റെ കൂടെ തന്നെ ഞാൻ എങ്ങനെയാണോ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും ഫോളോ ചെയ്യുന്നുണ്ട്. ആളും ഭയങ്കര കഷ്ടപ്പെട്ടു. അങ്ങനെ എൻ്റെ പ്രഗ്നൻസി ജേർണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഹാപ്പിയാണ്. യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല എനിക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. റോഷി മാമിനോട് ഒരുപാട് താങ്ക്സ്. എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. പിന്നെന്താ പറയാ, മാം ചായ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ചായ ഒഴിവാക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഭയങ്കര തലവേദന, ക്ഷീണം, ഫേസ് ഭയങ്കര നീര് വരിക, എപ്പോഴും ഉറക്കം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാനിങ്ങനെ പതിയെ വലിയ ചായനെ ഞാനിങ്ങനെ ഒഴിവാക്കിക്കൊണ്ടേ ഇപ്പം പൂർണ്ണമായി ഒഴിവാക്കി. അങ്ങനെ കുറേ അനുഭവങ്ങൾ എനിക്ക് ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ഡോക്ടേഴ്സും നല്ല അടിപൊളിയാണ്. യോഗയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എടുത്തിരുന്നൊക്കെ. പ്രഗ്നൻസി ടൈമിൽ തന്നെ രാവിലെ എഴുന്നേൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലേ. അപ്പം എനിക്കിപ്പോൾ രാവിലത്തെ യോഗ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഒരു എനർജിയാണ്. നല്ലൊരു താങ്ക് യു നികിത. താങ്ക് യു മാം. അടുത്തതായി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായി സ്വപ്ന മാമിനെ ക്ഷണിക്കുന്നു. ഞാൻ ആയിഷ സ്വപ്ന, പുള്ളാർ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. പിന്നെ എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാൻ ഡോക്ടർ റോഷിന മാമിനെ മീറ്റ് ആകുന്നത്. അത് എന്ന് വെച്ചാൽ എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആദ്യം തന്നെ തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, TSH ഹോർമോൺസ് ഒക്കെ ഹൈ ലെവലിലായിരുന്നു. അപ്പോൾ പ്രഗ്നൻസി കൂടി ആയപ്പോൾ നല്ല ടെൻഷനായി, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, എന്ത് ചെയ്യും, ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പിന്നെ ഡോക്ടർമാർ പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന മരുന്നിന് ഡോസ് കൂട്ടണം, ഇത് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായാൽ കുഞ്ഞിക്ക് വൈകല്യം ഉണ്ടാവും, ബുദ്ധി വൈകല്യം വരാം, പ്രഗ്നൻസി ഇഷ്യൂസ് വരാം. അങ്ങനെ കൂടുതൽ വേറെ ഡോക്ടറെ മാറ്റി കാണിച്ചു. എല്ലാവരും എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ പറയുമല്ലോ. അങ്ങനെ ഞാൻ മാമിൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് സമാധാനം, മാം ആണ് എന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചത്. നാച്ചുറലായിട്ട് പോയാൽ ഡയറ്റ്, യോഗ അങ്ങനെയൊക്കെ ചെയ്താൽ പ്രഗ്നൻസി നല്ല ഹാപ്പി ആയിട്ട് പ്രസൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് മനസ്സിലായി മാമിൻ്റെ അടുത്ത് പറഞ്ഞു.
അങ്ങനെ ആദ്യം തൈറോയ്ഡ് കുറക്കാനുള്ള, അതായത് TSH ഹോർമോൺസിന്റെ ലെവൽ കുറക്കാനുള്ള ട്രീറ്റ്മെന്റ്, അതായത് ഡയറ്റ് ആയിരുന്നു പ്രധാനമായിട്ട്. ഡയറ്റും പിന്നെ പ്രഗ്നൻസി യോഗ. അങ്ങനെ ഈ അതിരാവിലെ എണീറ്റ് പ്രഗ്നൻസി യോഗയും പിന്നെ ഡയറ്റ് ചാർട്ട് കറക്റ്റായി ഫോളോ ചെയ്തിട്ടാകുമ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ TSH ഹോർമോൺ ലെവൽ നോർമൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവർ പ്രഗ്നൻസി പറഞ്ഞാൽ ഇത്ര നോർമൽ റേഞ്ച് അവിടേക്ക് വന്നിരിക്കും. അങ്ങനെ യോഗവും ഡയറ്റും എല്ലായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ പോകുമ്പോൾ 3 months ആകുമ്പോൾ എനിക്ക് ചെറിയൊരു ബ്ലീഡിങ് വന്നു. അപ്പോൾ മാമിനോട് പറഞ്ഞു ഞാൻ വരുന്നുണ്ട്, ഉള്ള ആളുകൾ വരുന്നുണ്ട് കാണിക്കാൻ. അങ്ങനെ മാമിനെ കാണിക്കാൻ വന്നപ്പോൾ മാം പറഞ്ഞു ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കും. അങ്ങനെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. അവിടെ പോയി സ്കാൻ ചെയ്തപ്പോൾ സബ് കൊറിയോണിക് ഹീമോട്ടോമ എന്നൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ വലിയ വേർഡ്സ് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ല എന്തോ വലിയ പ്രശ്നമാണ്, അങ്ങനെ വിചാരിച്ചു. ബ്ലീഡിങ് ഉണ്ട്, എന്താ മലമറിച്ച് വന്നതാണോ, ഇതെന്താ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ പോവല്ലോ, നീ ഒരാഴ്ച അഡ്മിറ്റ് ആവുക, ഇഞ്ചക്ഷൻ കൊടുക്കാൻ തുടങ്ങാം, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആകെ കൺഫ്യൂസ് ആയി, ഭയങ്കര ടെൻഷനായിട്ട് ഇത് നിൽക്കില്ലേ പോവോ അങ്ങനെയൊക്കെ. അതിനിടയിൽ മാമിന് ഓർമ്മ വന്നു. അങ്ങനെ മാമിന് ഫോൺ ചെയ്തു. മാം പറഞ്ഞു ഇങ്ങോട്ടേക്ക് വാ, ഞാൻ അത് നോക്കട്ടെ, റിപ്പോർട്ടൊക്കെ നോക്കട്ടെ, പിന്നെ എന്താ നോക്കാം, ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് നാച്ചുറോപ്പതി. അങ്ങനെ മാമിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ മാം എനിക്ക് കറുകപ്പുല്ല് എന്നൊരു ഔഷധം ആ ഹെൽപ്പിനെ അടിച്ചു കുടിക്കാൻ പറ്റില്ല രാവിലെ, ഈ റെസ്റ്റിനോടൊപ്പം തന്നെ. അങ്ങനെ പിന്നെ അഡ്മിറ്റ് ആയില്ല. വീട്ടിൽ പോയി ഡോക്ടർ പറഞ്ഞ പോലെ റെസ്റ്റിൽ നിന്ന് പിന്നെ മാം പറഞ്ഞ ഹെർബ്സും പിന്നെ മാമിൻ്റെ ഡയറ്റും പിന്നെ കുറേ ബ്രീതിങ് ടെക്നിക്സ് ഉണ്ട്, ആൻസൈറ്റി ലെവൽ കുറക്കാനുള്ളത്. രാത്രി ഉറങ്ങുമ്പോൾ എനിക്ക് ഉറക്കമില്ലായിരുന്നു. അങ്ങനെ അത് മാമിൻ്റെ തന്നെ സ്റ്റാഫ് തന്നെ ഡെയിലി രാത്രി കോൾ ചെയ്ത് ബ്രീത്തിങ്ങിൻ്റെ പ്രാണായാമമൊക്കെ ചെയ്ത് അങ്ങനെ നല്ല ഉറക്കിൻ്റെ പ്രശ്നം സോൾവ് ആയി. പിന്നെ ഇത് കറുകപ്പുല്ല് തന്നെ കഴിച്ചിട്ട് ഞാൻ ഇഞ്ചക്ഷനൊക്കെ ഒഴിവാക്കിയാണ് ഇതിൽ വന്നത്. കറുകപ്പുല്ല് അതൊരു ഒറ്റ ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ 1 month കൊണ്ട് ഈ ബ്ലീഡിങ് ഒക്കെ സ്റ്റോപ്പായി. പിന്നെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നോർമൽ ആയിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ അതിന് വീണ്ടും കുറച്ച് കാലം പിന്തുടർന്ന് അങ്ങനെ ആ ഒരു ഇഷ്യൂ വലിയ ഇഷ്യൂ ആയിരുന്നു. അങ്ങനെ വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത് ഇത് നാച്ചുറോപ്പതി കൊണ്ട് അത് നോർമലായി, അതൊരു മൈന്യൂട്ട് ഇഷ്യൂ ആയി മാറി. മല പോലെ വന്ന് ദേവി പോലെ പോയി പറയുന്ന പോലെ. അങ്ങനെ ആ ഇഷ്യൂ സോൾവ് ആയി. അങ്ങനെ ഇത് തന്നെ ഫോളോ ചെയ്തു. ഞാൻ ത്രൂ ഔട്ട് പ്രഗ്നൻസി നാച്ചുറോപ്പതിയുടെ ഡയറ്റാണ് ഫോളോ ചെയ്തത്. പുറത്തുനിന്നുള്ള ഭക്ഷണമൊന്നും കഴിച്ചില്ല. മാം പറഞ്ഞ പോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ ചായ ഞാൻ പൊതുവെ കുടിക്കാറില്ല. പിന്നെ മാമിൻ്റെ ഒരു ഹെർബൽ ടീ അത് നന്നായിട്ടുണ്ട്. അത് ഇപ്പോൾ വീട്ടിൽ വെച്ചാൽ എല്ലാവരും കുടിക്കും. ചായക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അതാണ് കുടിക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ വീട്ടിലിപ്പോൾ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലേ, എന്ത് പ്രശ്നമുണ്ട് അപ്പം മാമിന് വിളി എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഗ്യാസ് ട്രബിൾ ആവട്ടെ ഇപ്പോൾ വേറെ എന്തെങ്കിലും ആവട്ടെ എല്ലാത്തിനും മാമിനോട് ചോദിക്കുന്നത്. പിന്നെ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ റോഷിത മാമിനോട് ചോദിച്ചു നോക്കും. അങ്ങനെ അഭിപ്രായം തേടാൻ തുടങ്ങി. എല്ലാവർക്കും അതൊരു എൻ്റെ ഒരു മാറ്റമുണ്ടല്ലോ, അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട്. പിന്നെ അതിന് ശേഷം എനിക്ക് ഈ കോഡിൻ്റെ ലാസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോൾ കുഞ്ഞിൻ്റെ കളിക്കുന്ന ഈ കോഡുണ്ട് സ്കാനിങ്. അങ്ങനെ അതും മാം പറഞ്ഞു അതൊന്നും പേടിക്കാനില്ല, കോഡിൽ എത്ര കുട്ടികൾ ഇങ്ങനെ നോർമൽ ഡെലിവറി ആയിട്ടുണ്ട്, അത് യോഗയിലൂടെ അതൊക്കെ മാനേജ് ആക്കാൻ പറ്റും. പിന്നെ മാമിൻ്റെ പെയിൻ മാനേജ്മെന്റ് ഇത് വർക്ക്ഷോപ്പാണ്, അതും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മാം പറയുന്നുണ്ട് നിന്ന് പേടിക്കേണ്ട, ഇപ്രാവശ്യം ഡെലിവറി സ്മൂത്ത് ആയിട്ട് പോകും, എന്ത് പേടിക്കേണ്ട, നല്ല ധൈര്യത്തിലിരിക്കും. അങ്ങനെ പെട്ടെന്നാണ് എനിക്ക് ഇത് വാട്ടർ ബ്രേക്ക് ആയത്. വിത്തിൻ 2-3 hours എൻ്റെ ഡെലിവറി കഴിഞ്ഞു. ലാസ്റ്റ് അത് ഞാൻ ഒരു ദിവസം മുമ്പ് വരെ മാമിൻ്റെ അടുത്ത് വന്ന് യോഗ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഡെലിവറിക്ക് വേണ്ടിയുള്ള യോഗ ഉണ്ടല്ലോ, അത് ചെയ്യുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ തന്നെയാണ് ഞാൻ പ്രസവിച്ചത്. 2 ദിവസം ഇവിടെ വന്ന് യോഗ ചെയ്തു. 3rd day ഞാൻ നല്ല മുമ്പത്തെ ഡെലിവറിൻ്റെ അനുഭവം കമ്പയർ ആയിട്ട് നോക്കുമ്പോൾ ഇത് ഭയങ്കര പെട്ടെന്നായ പോലെ ഫീലായി, എളുപ്പത്തിലായ പോലെ. എനിക്ക് നല്ല മാറ്റം ഉണ്ടായി പ്രാവശ്യം. പെട്ടെന്ന് തന്നെ കുറേ ബുദ്ധിമുട്ടുകൾ വന്നിട്ടാ, പെട്ടെന്ന് തന്നെ കുത്തി പുറത്ത് വന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഡെലിവറികൾ നല്ല സ്മൂത്തായിട്ട് എളുപ്പത്തിൽ കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് എല്ലാവർക്കുള്ള പോലെ വയറുവേദന, നടുവേദന, ഫീഡ് ചെയ്യുമ്പോൾ അതിനുള്ള മെഡിസിനും ഇവർ ഇതിനാണ് തന്നത്. പിന്നെ എനിക്ക് യൂട്ടി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു പ്രഗ്നൻസി ലാസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോൾ. അതിനും ഇവരുടെ മെഡിസിൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. ചെറുപ്പുള്ള വെള്ളം കഴിച്ച് അതും അതേപോലെ എൻ്റെ ബ്ലഡിൻ്റെ യൂറിൻ ടെസ്റ്റ് റിപ്പോർട്ട് നോർമൽ വന്നു. 2-3 ആഴ്ച ചെറുപ്പുള്ള വെള്ളം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇല്ലെങ്കിൽ മുമ്പുള്ള പ്രഗ്നൻസി ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ
UTI ഇൻഫെക്ഷൻ വന്നാൽ, അതായത് യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ അഡ്മിറ്റ് ആവുകയാണ്. ഇപ്രാവശ്യം എനിക്ക് അഡ്മിറ്റ് വന്നിട്ട് വീട്ടിലുള്ള ഈ ഹോം റെമഡി കൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ പറയാൻ പോയാലും തന്നെ കുറേ സമയമുണ്ട്, അത്രയ്ക്കുണ്ട്. അങ്ങനെ ഇപ്പോൾ പ്രഗ്നൻസി ശേഷമുള്ള പ്രശ്നത്തിനും ഇവിടെ തന്നെയാണ് മെഡിസിൻ എടുത്തത്. അതിനുശേഷം പിന്നെ വേറെ ഹെൽത്ത് കോംപ്ലിക്കേഷൻ പല കാര്യത്തിലും ഇവിടുത്തെ മെഡിസിനിലാണ് ഇപ്പോൾ എനിക്ക് അതുകൊണ്ട് നല്ല ശിപ്പുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ സർവശക്തനായ അള്ളാഹുവിനോട് ഫസ്റ്റ് നന്ദി പറയുന്നത്, എന്നെ ഇവിടേക്ക് എത്തിച്ചതിനും ഡോക്ടറിനെ പരിചയപ്പെടുത്തി തന്നത് ഇതേപോലെ നമുക്ക് മാർഗം കാണിച്ചു ഇവിടെ കാണിക്കണമെന്നല്ലോ. പിന്നെ മാമിനോടും മാമിൻ്റെ സ്റ്റാഫിനോടും എല്ലാവരോടും, പിന്നെ ഗൗരി മാമാണ് യോഗ സെഷന് പേഴ്സണലായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫും അവരെടുത്ത് കോൺടാക്ട് ചെയ്യും, സുഖം അന്വേഷിക്കും. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ജേണിക്ക് ഏറ്റവും ബെസ്റ്റായ സ്ഥലം ഇത് തന്നെയാണ്. ഞാൻ അതുകൊണ്ട് മാംഗ്ലൂരിൽ നിന്ന് അവിടെയുള്ള തന്നെ ഡോക്ടർമാരും സ്പെഷ്യലിസ്റ്റിനെ വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് ആ ഒരു പീസ്